അദ്ദേഹം ഇന്ന് രാവിലെ പ്രതികരിച്ചതെല്ലാം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി പോയി. കാരണം രാവിലത്തെ ഹിന്ദു പത്രം അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഹിന്ദു പത്രത്തിൽ രാവിലെ മലയാളം ന്യൂസോ, ഇതെന്താ സാധനം എന്ന് നോക്കിയിട്ട് പിടികിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ പേജ് എടുത്തത്. രണ്ടാമത്തെ പേജ് എടുത്തപ്പോഴും ഹിന്ദു ആ വീണ്ടും മലയാളത്തിൽ അടിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, ഹിന്ദുവിന് പെട്ടെന്ന് അച്ചടി അല്ലെങ്കിൽ മെഷീൻ മാറിപ്പോയോ എന്നൊരു സംശയം. അപ്പോഴാണ് മനസ്സിലായത് 10 വർഷത്തെ മുമ്പത്തെ കഥയും ഇപ്പോഴത്തെ കഥയും കാണിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ പരസ്യം. ഈ റാസ്കൽ കഴുതയല്ല സാർ, ഈ റാസ്കൽ കോവർ കഴുതയാണ്. ഇന്ന് ഹിന്ദു ചെയ്തിരിക്കുകയാണ്. ബാക്കി ഏത് പത്രവും ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ബാക്കിയുള്ള പത്രത്തിലും കാണുമായിരിക്കും. പക്ഷെ 10 വർഷം മുമ്പുള്ള കഥ പറയുമ്പോൾ പറയാത്ത മറ്റൊരു കഥയുണ്ട്. ഇന്ന് സർക്കാർ മറ്റു പരസ്യങ്ങളിലൊക്കെ കൊടുക്കുന്ന ഒരു കഥയുണ്ടല്ലോ, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലെ 10 വർഷത്തെ മുമ്പത്തെ കാര്യം ഈ പത്രത്തിൽ ഇല്ല. അതും ഇടാൻ മറന്നുപോയി. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. നമ്മുടെ PR വർക്ക് ചെയ്യുന്നവർ 10 വർഷം മുമ്പ് എന്തായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിന്റെ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലപാട്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട നിലപാട് എന്ന് അത് ചേർക്കാൻ മറന്നുപോയി. ഇങ്ങോട്ട് നോക്കുക, പഴയതല്ല ഇനി അങ്ങോട്ട് മറക്കുക. അന്നത്തെ ഗെയിലിന്റെ കാര്യം പറയുന്നുണ്ട്, എങ്ങും എത്താത്ത ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. പക്ഷെ അന്ന് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയെ ആരാ എതിർത്തതെന്ന് പറയുവാൻ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്. അടുത്ത പേജിൽ കാണുന്നത് കേരളത്തിൽ വെളിച്ച വിപ്ലവം. ആ വെളിച്ച വിപ്ലവം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെയും ആ സർക്കാരിന്റെ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ കാര്യം എഴുതുവാൻ ഈ ഗവൺമെന്റ് മറന്നുപോയി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെയും 10 വർഷത്തെ മുമ്പത്തെ കഥ, 14 വർഷം മുമ്പത്തെ കഥ എടുത്താൽ മെട്രോ നിങ്ങൾ വലിയ കാര്യമായിട്ട് പറയുന്ന കാര്യമാണല്ലോ, നിങ്ങളുടെ ഒരു വലിയ അഭിമാന നേട്ടമായി. ആ 14 വർഷം മുമ്പ് അവിടെ വന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ കരിങ്കൊടി കാണിച്ചത് ഇതിനകത്തില്ല. അതും 10 വർഷത്തെ മുമ്പത്തെ കഥയാ. പിന്നെയും ഉണ്ട് 10 വർഷം മുമ്പത്തെ എന്താ പറയാ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നമ്മൾ വ്യത്യാസം കൂടെ പറയണമല്ലോ. എന്താ, തന്നെ കല്ലെറിഞ്ഞപ്പോൾ സമരം നടത്തണ്ട എന്ന് പറഞ്ഞ കാര്യവും, ഇപ്പോൾ കരിങ്കൊടി കാണിച്ചവരെ ജയിലിലടക്കുകയും കരിങ്കൊടി കാണിച്ചവരെ എന്താ പറയാ നിങ്ങൾ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിക്കൊള്ളൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതുകൂടി ഇതിനകത്ത് എഴുതണം. എന്നാൽ മാത്രമേ ഈ ഒരു സത്യമായി തീർത്തുള്ളൂ. അങ്ങനെ ആയിരിക്കില്ല, മാത്രം ഓർത്തു നോക്കണം, ഇന്ന് കേരളത്തിൽ സർക്കാരിന്റെ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള LDF-ന് വേണ്ടി ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്താ പറയാ പുച്ഛത്തോടു കൂടി ഇതിനെ തള്ളുകയാണ്. ജനങ്ങൾ ചോദിക്കുന്ന സമയം വരും. ഇന്ന് അയ്യപ്പ സംഗമത്തിന് ഓഡിറ്റ് ഇല്ല, അതിന്റെ റിപ്പോർട്ടും പുറത്തു പറയണ്ട. ഇത് PR വർക്കിന്റെ പേരിൽ നടത്തുന്നതിന് ആരാണ് ഉത്തരം പറയുന്നത്? ഇത്രയും രൂപ ചെലവഴിക്കുന്നത് ആരുത്തരം പറയും എന്നുകൂടി സർക്കാർ പറയണം. കാരണം ഇത് CPM-ന് വേണ്ടി ചെയ്യുന്ന, ഗവൺമെന്റ് ഒഫീഷ്യലി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.